ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽ ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ബേസിക് എലമെൻ്ററി സിഗ്നൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യൂണിറ്റ് സ്റ്റെപ്പ്, റാമ്പ്, ഇമ്പൾസ് സിഗ്നൽ, റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, അങ്ങനെ കുറേ ബേസിക് സിഗ്നൽസിനെ കുറിച്ച് പഠിച്ചു. സോ ആ ഒരു കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സിഗ്നൽസിൻ്റെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. സോ നമ്മൾ അതുപോലെ അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിഗ്നൽ ഓപ്പറേഷൻസ്. അപ്പം ഒരു സിഗ്നലിനെ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഒരു സിഗ്നലിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സോ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മളൊരു സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അതിനകത്ത് ടി എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷിഫ്റ്റിംഗ്, ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. ദെൻ അതേ ടൈം പാരാമീറ്ററിനെ നമുക്ക് ചെയ്യാം ടൈം സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ. ടൈമിനെ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വൺ ടൈം സ്കെയിലിംഗ്. ദെൻ ഫോർത്ത് വൺ, അപ്പം ടൈമിനെ ചെയ്യാൻ പറ്റുക, ടൈം പാരാമീറ്ററിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു സിഗ്നലിന് ഒരു ആംപ്ലിറ്റ്യൂഡ് കാണും. ആ ആംപ്ലിറ്റ്യൂഡിനെ എനിക്ക് സ്കെയിലിംഗ് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. ദെൻ സിഗ്നലിനെ ആഡ് ചെയ്യാം, സിഗ്നൽ അഡീഷൻ. ദെൻ സിഗ്നൽസിനെ നമുക്ക് സബ്ട്രാക്ഷൻ, അത് ഒരു വേറെ ഫോം ഓഫ് അഡീഷനാണ്, സോ നമുക്കതും പറയാം, സബ്ട്രാക്ഷൻ. ദെൻ സിഗ്നൽ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇങ്ങനെ പല പല ഓപ്പറേഷൻസ് നമുക്ക് ഒരു സിഗ്നലിനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഓരോന്നിനെക്കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിഗ്നൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഗറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം തന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. സോ നമുക്കതിനകത്ത് ഓരോ ഓപ്പറേഷൻസും കാണാം. സോ അതിനകത്ത് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ്. ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിഗ്നൽ, ഞാൻ ഒരു സിഗ്നലിനെ ലെറ്റ് എക്സ് ഓഫ് ടി ബി ദ സിഗ്നൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി എന്നോ വൈ ഓഫ് ടി എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മളതിനെ ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊരു ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ്. എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട്. ടി മൈനസ് ടി നോട്ട് മീൻസ് ടി എന്ന് പറയുന്നതിനെ ടി നോട്ട് യൂണിറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. അതേ ടൈം ഷിഫ്റ്റിംഗ് തന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട്. ഇതും ഒരു ടൈം ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഫസ്റ്റ് എഴുതിയേക്കുന്ന ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ അത് ഇങ്ങനെ പഠിക്കുക, ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു എക്സ് ഓഫ് ടി അറിയാം, ആ എക്സ് ഓഫ് ടി ആണ് നമുക്ക് ടൈം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ആ തന്നേക്കുന്ന എക്സ് ഓഫ് ടിയെ നമ്മൾ ഷിഫ്റ്റ് എക്സ് ഓഫ് ടി ടി നോട്ട് യൂണിറ്റ്സ് ടു ദ റൈറ്റ്. എക്സ് ഓഫ് ടിയെ ടി നോട്ട് യൂണിറ്റ്സ് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ ടി പ്ലസ് ടി നോട്ട് മീൻസ് ഷിഫ്റ്റ് എക്സ് ഓഫ് ടി ടി നോട്ട് യൂണിറ്റ്സ് ലെഫ്റ്റ്. അപ്പം പ്ലസ് വരുവാണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, മൈനസ് വരുവാണെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്കിത് വേഗം നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. സോ അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ടി മൈനസ് ടി നോട്ട് മീൻസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ടി പ്ലസ് ടി നോട്ട് മീൻസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് കാണാം. എക്സ് ഓഫ്
ടി മൈനസ് ടു. ടി മൈനസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് എക്സ് ഓഫ് ടി, തന്നിരിക്കുന്ന എക്സ് ഓഫ് ടിയെ 2 യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടി നോട്ട് +2 ആയിട്ട് വരുവാണെങ്കിൽ ഷിഫ്റ്റ്, ദറ്റ് ഈസ് എക്സ് ഓഫ് ടി +2 മീൻസ് സെയിം ഷിഫ്റ്റ് എക്സ് ഓഫ് ടി 2 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾക്ക് തന്നേക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സിഗ്നൽ ഞാൻ വരയ്ക്കുവാണ്. ഇതാണ് എൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത്. 0 മുതൽ 1 വരെ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി തന്നേക്കുവാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, കുറച്ചും കൂടെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. സോ ഇതിനെ എനിക്ക്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ടി. സോ നമുക്ക് ചോദിച്ചേക്കുന്നത് പ്ലോട്ട് എക്സ് ഓഫ് ടി മൈനസ് 1. ഇതാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. എക്സ് ഓഫ് ടി മൈനസ് 1 പ്ലോട്ട് ചെയ്യണം. ടി മൈനസ് 1 മീൻസ് എന്തായിരിക്കും? ടി മൈനസ് 2 നമ്മൾ പറഞ്ഞു എക്സ് ഓഫ് ടിയെ 2 യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ടി മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിഗ്നലിനെ, ഈ വരച്ചേക്കുന്ന ഈ ഒരു സിഗ്നലിനെ, ഇങ്ങനെ ഒരു സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു സൈനസോയിഡൽ സിഗ്നലിനെ നമ്മൾ 1 യൂണിറ്റ്, ഇവിടെ 1 ആണ്, ടി നോട്ട് ഞാൻ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ 1 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ആക്സസ്, ഇതാണ് ടി. സോ എക്സ് ഓഫ് ടി മൈനസ് 1 ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഈ 0 എന്ന് പറയുന്നത് 1 യൂണിറ്റ് റൈറ്റിലേക്ക്, ഇവിടെ ഒരു ഡിവിഷൻ 1 ആണ്. സോ 1 യൂണിറ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ 0 എവിടെ പോകും? 1ലേക്ക് പോകും. നമ്മൾ 0 + 1 ആഡ് ചെയ്യുന്നത് പോലെയാണ്. 0 + 1 ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 എന്ന് പറയുന്ന പോയിൻ്റ് 1ലേക്ക് മൂവ് ചെയ്യും. അപ്പം ഇത് 1ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഈ 1ഉം 1 യൂണിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. ഈ സിഗ്നലിനെ മൊത്തത്തിലാണ് നമ്മൾ 1 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ 0 1ലേക്ക് മൂവ് ചെയ്യും, 1 എന്ന് പറയുന്ന പോയിൻ്റ് 2ലേക്ക് മൂവ് ചെയ്യും. അപ്പം നമ്മുടെ പൊസിഷൻ അതാണ്ട് ഇങ്ങനെ വരും, കണ്ടോ? അപ്പോൾ ആ സിഗ്നൽ അതുപോലെ തന്നെ നിൽക്കും, പക്ഷേ അത് 2 യൂണിറ്റ് റൈറ്റിലേക്ക് മാറി. 0 തൊട്ട് 1 വരെ നിന്ന സിഗ്നൽ ഇപ്പം 1 തൊട്ട് 2 വരെയാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. സോ നമ്മളിവിടെ ശരിക്കും ചെയ്തത് എന്താണ്? 0യുടെ കൂടെ ഒരു 1 ആഡ് ചെയ്തു, ഈ 1ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തു. അപ്പോൾ അത് 1ഉം ഇത് 2 ആയി. സോ 1 to 2. അപ്പം ഇവിടെ എക്സ് ഓഫ് ടി മൈനസ് 1 ഞാൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇത് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ 1 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ എക്സ് ഓഫ് ടി പ്ലസ് 1 നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ടി പ്ലസ് 1 ആണ് പ്ലോട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ എക്സ് ഓഫ് ടി ആണ് നമ്മുടെ റെഫറൻസ് ഫിഗർ. എക്സ് ഓഫ് ടിയെ 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് പ്ലോട്ട് ചെയ്യുക. 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എവിടെ പോവും? -1ലേക്ക് പോവും. 1 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറുമെന്ന് പറഞ്ഞാൽ അത് 0യിലേക്ക് പോകും. സോ നമ്മുടെ ഫിഗർ അതേ ഷേപ്പിൽ തന്നെ വരയ്ക്കുക. 0 എന്ന് പറയുന്ന പോയിൻ്റ് -1ലേക്ക് പോകുന്നു, 1 എന്ന് പറയുന്ന പോയിൻ്റ് അപ്പം 0യിലേക്ക് പോകും. സോ -1 to 0. ശരിക്കും നമ്മൾ എന്താണ് ചെയ്തത്? ഒരു -1 ആഡ് ചെയ്യുവാണ്, ഒരു -1 ആഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. സോ ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ്. സോ 1ൽ നിന്ന് 2യിലേക്ക്, ഇത് -1 to 0 ആൻഡ് ദിസ് സിഗ്നൽ ഈസ് നോൺ ആസ് എക്സ് ഓഫ് ടി പ്ലസ് 1. സോ ഇങ്ങനെയാണ് എക്സ് ഓഫ് ടി മൈനസ് 1ഉം ടി പ്ലസ് 1ഉം. 2 ആണെങ്കിൽ 2 യൂണിറ്റ്സ് അത് ലെഫ്റ്റിലേക്ക് വരാം അല്ലെങ്കിൽ റൈറ്റിലേക്ക് വരാം. സോ ഈ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. മൈനസ് ആണെങ്കിൽ റൈറ്റിലേക്ക്, പ്ലസ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. നമ്മളല്ലാതെ ടിക്ക് വാല്യൂസ് കൊടുത്തൊന്നും ഒരുപാട് സമയമെടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പം ഇങ്ങനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ടൈം റിവേഴ്സൽ. ടൈം റിവേഴ്സൽ ഓപ്പറേഷൻ. സോ ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ് എക്സ് ഓഫ് ടി be the given signal
അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം റിവേഴ്സൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടൈമിനെ റിവേഴ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റിവേഴ്സൽ ഓഫ് ദാറ്റ് സിഗ്നലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ് ഓഫ് മൈനസ് ടി. ടി എന്തായി? റിവേഴ്സായി, മൈനസ് ടി ആയി. സോ 1ലുള്ള വാല്യൂ -1ലെ വാല്യൂ ആവും, 2ലുള്ള വാല്യൂ -2ലെ വാല്യൂ ആവും, 0ലുള്ള വാല്യൂ 0ലെ വാല്യൂ തന്നെ ആയിരിക്കും. അതിനെ നമുക്ക് ടൈം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് എക്സ് ഓഫ് മൈനസ് ടി ആണ് ടൈം റിവേഴ്സൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ സെയിം എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി എങ്കിൽ 0 മുതൽ 1 വരെ അതാണ് എക്സ് ഓഫ് ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇതിന് ആംപ്ലിറ്റ്യൂഡൊക്കെ വരാം. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ടൈം റിവേഴ്സലും ടൈം സ്കെയിലിംഗ് ഒക്കെ പറയുമ്പോൾ അതിന് ടൈമിനാണ് ഇമ്പോർട്ടൻസ്. ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ എത്ര ആയാലും നമുക്ക് വിഷയമില്ല. സോ ഇത് 1 തന്നെ ആയിരിക്കാം. സോ ഇതിൻ്റെ ടൈം റിവേഴ്സൽ ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ടൈം റിവേഴ്സൽ മീൻസ് എക്സ് ഓഫ് മൈനസ് ടി. ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ നോക്കി എന്താണ് ടൈം റിവേഴ്സൽ നോക്കി, 0 തൊട്ട് 1 വരെയാണ് ഇതിൻ്റെ ടൈം വേരി ചെയ്യുന്നത്. ഇത് ടൈം റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ലെ വാല്യൂ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല, അത് 0യിൽ തന്നെ നിൽക്കും. ദെൻ 1ലെ വാല്യൂ -1ലെ വാല്യൂ ആവും. സോ ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് നമുക്കിവിടെ വരയ്ക്കാം. സോ 0 മുതൽ 1 വരെ പോകുന്നത് -1 തൊട്ട് 0 വാല്യൂ ആയിട്ട് ഒരു മിറർ ഇമേജ് വാല്യൂ ആയിട്ട് തന്നെ നമുക്കിപ്പം ശരിക്കും ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു മിറർ ഇമേജ് തന്നെയാണ്. സോ -1 to 0. സോ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ചില കൺഫ്യൂസിങ് സിഗ്നൽസ് ഉണ്ട്. അതാണ്ട് ഇത് നോക്കി, ഇത് -1 തൊട്ട് 1 വരെയാണ് ഈ ഒരു എക്സ് ഓഫ് ടി പോകുന്നത്. ഇതിൻ്റെ ടൈം റിവേഴ്സൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സെയിം സിഗ്നൽ തന്നെ കിട്ടും. കാരണം -1 തൊട്ട് 1 വരെ അതിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും ഈ സിഗ്നൽ തന്നെ ആയിരിക്കും. സോ -1 to 1. അപ്പം ഇതൊരു ടൈം റിവേഴ്സൽ സിഗ്നലാണ്. ഇതൊരു ഓഡ് സിഗ്നലൊക്കെ ഈവൻ സിഗ്നൽ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ സെയിം ഇമേജ് ആയിട്ടൊക്കെ വരുന്നത്. സോ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. സോ ദിസ് ഈസ് ടൈം റിവേഴ്സൽ ഓപ്പറേഷൻ. നമുക്കിപ്പോൾ തൽക്കാലം ആ ഓപ്പറേഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ജസ്റ്റ് ഒരു മിറർ ഇമേജ് നമ്മൾ എടുക്കുന്നു, അതാണ് ടൈം റിവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ്, ഇപ്പോൾ ടൈമിൻ്റെ 2 എണ്ണം പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ടൈം സ്കെയിലിംഗ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ. സോ ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി, ലെറ്റ് എക്സ് ഓഫ് ടി ബി ദ സിഗ്നൽ. നമ്മൾ എടുക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി ബി ദ സിഗ്നൽ. എക്സ് ഓഫ് എ ടി, ഇതാണ് നമ്മുടെ ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ. കണ്ടോ, ടിയെ ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്തു, എ ഇൻറ്റു ടി. എ എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്കെയിലിംഗ് ഫാക്ടർ. സോ എക്സ് ഓഫ് എ ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടൈം സ്കെയിലിംഗ് റെപ്രസെൻറ്റേഷൻ. അപ്പം ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ടൈം റിവേഴ്സിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എക്സ് ഓഫ് 80 എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം റിവേഴ്സൽ വാല്യൂ എന്ന് പറയുന്നത്. സപ്പോസ് എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആ ഒരു സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, പക്ഷേ അത് 1നെ കാട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫിഗർ എങ്ങനെ ആയിരിക്കും, നമുക്കതൊരു കമ്പാരിസൺ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എ ലെസ് ദാൻ 1 ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ. സോ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഞാനൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ആ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതാണ് എക്സ് ഓഫ് ടി. 0 മുതൽ 1 വരെയാണ് സിഗ്നൽ പോകുന്നത്. ദിസ് ഈസ് എക്സ് ഓഫ് ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ടൈം സ്കെയിലിംഗ് വാല്യൂ കണ്ടുപിടിക്കാനാണ്, എക്സ് ഓഫ് 2t. എക്സ് ഓഫ് 2t എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കെയിലിംഗ് ചെയ്യാൻ, ടൈം സ്കെയിലിംഗ് ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ, ഇവിടുത്തെ സ്കെയിലിംഗ് ഫാക്ടർ ഇവിടെ എയ്ക്ക് പകരം ഇവിടെ 2 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് നമ്മുടെ എക്സ് ഓഫ് ടിയുടെ ടൈം വാല്യൂസിനെ എല്ലാം ഡിവൈഡ് ചെയ്യുക. അപ്പം 0യെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ ഇപ്പുറത്തും 1 തന്നെ ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡിന് ഒരു വ്യത്യാസവും വരുത്തില്ല, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഞാൻ 0യും 1ഉം ആണ് 2 പോയിൻറ്റ്സ്. ഈ 0യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്? എൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്.
2 ആണ് സ്കെയിലിംഗ് ഫാക്ടർ എങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0/2 0 തന്നെ ആയിരിക്കും. 1/2 എന്ന് വെച്ചാൽ 0.5. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ എനിക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? ഇതായിരിക്കും നമ്മുടെ ആൻസർ, 0 മുതൽ 1/2 വരെ. അപ്പോൾ ഇവിടെ സിഗ്നൽ 0 മുതൽ 1 വരെയുള്ള ഒരു സിഗ്നൽ എക്സ് ഓഫ് 2t കണ്ടുപിടിച്ചപ്പോൾ, എക്സ് ഓഫ് 2t നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ അത് 0 മുതൽ 1/2 ആയിട്ട് കംപ്രസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സ്കെയിലിംഗ് ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് കിട്ടുന്നത് സിഗ്നൽ കംപ്രഷൻ ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പല ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ വാല്യൂ സ്കെയിലിംഗ് ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 1 അവിടെ നടക്കുന്നത് കംപ്രഷൻ ഓഫ് സിഗ്നൽ ആയിരിക്കും. നോക്കി, 0 മുതൽ 1 വരെ ഉണ്ടായിരുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്ന സിഗ്നൽ ഇപ്പം 0 മുതൽ 1/2 ആയി. അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. 2 കൊണ്ട്, നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ 2 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0/2 1/2. സോ എനിക്ക് 0 മുതൽ 1/2 വരെയുള്ള ഒരു സിഗ്നലായിട്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ 1/2 ആണെങ്കിൽ വാട്ട് ഈസ് പ്ലോട്ട് എക്സ് ഓഫ് 1/2t. എക്സ് ഓഫ് ടി തന്നിട്ട് എക്സ് ഓഫ് 1/2t ആണ് പ്ലോട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ടത് 1/2 സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. 2 ആണ് സ്കെയിലിംഗ് ഫാക്ടർ എങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 ആണ് സ്കെയിലിംഗ് ഫാക്ടർ എങ്കിൽ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എത്രയായിരിക്കും? 0/1/2, 1 ഡിവൈഡഡ് ബൈ 1/2. അപ്പം എപ്പോഴും ആ സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടൈം സ്കെയിലിംഗ് ചെയ്യാൻ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഡിവൈഡ് by scaling factor. Divide x of t by the scaling factor. So ആ ഒരു സിഗ്നലിനെ 0/1/2 1/1/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കി, എക്സ് ഓഫ് 1/2t എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? 0/1/2. 0/1/2 മീൻസ് ദ വാല്യൂ വിൽ ബി 0/1/2 0 തന്നെയാണ്. 1/1/2 മീൻസ് അത് 2 ആവും. സോ ദിസ് ഈസ് എക്സ് ഓഫ് 1/2t. സോ ഇവിടെ നടക്കുന്ന എന്താണ്? എക്സ്പാൻഷൻ ആണ്. 0 മുതൽ 1 വരെയുള്ള എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ 0 മുതൽ 2 വരെയായി. സോ ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ. സോ നമുക്ക് പറയാം, എ സ്കെയിലിംഗ് ഫാക്ടർ ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ ഓഫ് സിഗ്നലാണ് നടക്കുന്നത്. സിഗ്നൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, എനിക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ഓഫ് 2t എന്താണ്, എക്സ് ഓഫ് 1/2t എന്താണ്. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഏത് കണ്ടുപിടിക്കാനാണെങ്കിലും നമ്മുടെ ടൈം വാല്യൂസിനെ നമ്മൾ ആ ഒരു സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0/a 1/a. അപ്പോൾ എ ആണ് സ്കെയിലിംഗ് ഫാക്ടർ എങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. നമുക്ക് ഏതിൻ്റെയും ടൈം സ്കെയിലിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ഏത് സിഗ്നലാണെങ്കിലും. ദെൻ നെക്സ്റ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് മീൻസ് നമ്മൾ ആംപ്ലിഫിക്കേഷനൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ലെറ്റ് എക്സ് ഓഫ് ടി ബി എ സിഗ്നൽ. നമ്മുടെ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്ന സിഗ്നൽ തന്നെ എടുക്കാം. ഇതാണ് സിഗ്നൽ 0 മുതൽ 1 വരെ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ ദിസ് ഈസ് ദ എക്സ് ഓഫ് ടി വാല്യൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിനെ സ്കെയിലിംഗ് ചെയ്യാനാണ്, ആംപ്ലിറ്റ്യൂഡിനെയാണ്. അപ്പോൾ ടൈമുമായിട്ട് ഒരു ബന്ധമില്ല, ഇത് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലോട്ട് 2x ഓഫ് ടി. കണ്ടോ, 2 ടൈംസ്. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് എ എക്സ് ഓഫ് ടി എന്നൊക്കെ പറയാം. എ എക്സ് ഓഫ് ടി, എക്സ് ഓഫ് ടി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറയുന്നതാണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഫാക്ടർ. സോ ഞാൻ 2x ഓഫ് ടി ചെയ്തു. 2x ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഇരിക്കും ആ സിഗ്നൽ? ടൈം 0 മുതൽ 1 വരെ ആയിരിക്കും. പക്ഷേ 1 നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 1 ആയിരുന്നു. ആ 1നെ ഇവിടുത്തെ സ്കെയിലിംഗ് ഫാക്ടർ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഫാക്ടർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. ഇത് ആംപ്ലിഫൈ ചെയ്തു. ആ സിഗ്നൽ എന്ത് ചെയ്തു? ആംപ്ലിഫൈ ചെയ്തു.
ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു സിഗ്നൽ ആയിരിക്കും ഇവിടെ. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. ഇതാണ് 2x(t). ഇനി അത് 1/2 x(t) ആണെങ്കിൽ ഇവിടെ 1/2 വരും. 1 × 1/2. സോ ഇവിടുത്തെ വാല്യൂ എവിടേക്കാണോ ആംപ്ലിറ്റ്യൂഡ് അതിനെ നമ്മളിപ്പം വേറൊരു സിഗ്നൽ പറയുവാണ്, ഒരു സൈൻ വേവ് പറയുവാണ്. ഇത് 1 തൊട്ട് -1 വരെയാണ് x(t) പോകുന്നത്. ഇതാണ് x(t). ദെൻ വാട്ട് ഈസ് 2x(t)? 2x(t) മീൻസ് അതിൻ്റെ ആ പോസിറ്റീവ് ഹാഫിലും നെഗറ്റീവ് ഹാഫിലും നമ്മൾ വരയ്ക്കണം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യണം. 2x(t). സോ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, താഴെ -1 ആണ്. സോ 1 × 2, അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 2 ആവും. -1 × 2, അപ്പോൾ താഴത്തെ ആംപ്ലിറ്റ്യൂഡ് -2 ആവും. സോ -1 to 1 ഉള്ള ആ സൈൻ വേവ് -2 to 2 ഉള്ള ഒരു സൈൻ വേവ് ആയിട്ട് മാറും. അതാണ് 2x(t) എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കുറേ ഓപ്പറേഷൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈം ഷിഫ്റ്റിംഗ് ആണ്, ടൈം റിവേഴ്സൽ പറഞ്ഞു, ടൈം സ്കെയിലിംഗ് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗും പറഞ്ഞു. ദെൻ സിഗ്നൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതിന് പ്രത്യേകിച്ച് അതിനൊരു സെപ്പറേഷൻ ഒന്നും വേണ്ട. രണ്ട് സിഗ്നൽ ഇപ്പം x1(t) എന്ന് പറയുന്ന ഒരു സിഗ്നലും x2(t) എന്ന് പറയുന്ന ഒരു സിഗ്നലും തന്നു കഴിഞ്ഞാൽ നമുക്കത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഈ പറഞ്ഞേക്കുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റൊക്കെ അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും തെറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് ഒരു ഷോർട്ട് ട്രിക്ക് പോലെ അത് പറഞ്ഞു തരുന്നത്. ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ഗിവൺ പ്രോബ്ലം അല്ല, ഇതൊരു ഒരു കണ്ടീഷൻ ഞാൻ പറയുവാണ്. ഗിവൺ x(t) എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇവിടെ തന്നെന്ന് വിചാരിക്കുക. നിങ്ങളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, പ്ലോട്ട് x(-2t) -2. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. x(t) തന്നിട്ട് x(-2t) -2 പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, പ്ലോട്ട് 3 times plot 3x(-2t) -2. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. x(t) തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാൻ 3x(-2t) -2. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. ഇതിനകത്ത് ഏത് ഓപ്പറേഷൻസൊക്കെ വരുന്നുണ്ട്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ പല രീതിയിൽ പലരും ചിന്തിക്കും. പക്ഷേ എൻ്റെ ഒരു ചോയ്സിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ, ഇത് നിങ്ങളങ്ങനെ ഇന്ന രീതിയിൽ ചെയ്യണമെന്നില്ല, പക്ഷേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റാതെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. നമുക്ക് x(t) തന്നിട്ടുണ്ട്. ഫസ്റ്റിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. സ്റ്റെപ്പ് 1 നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ടത്, ഞാനതിൻ്റെ പ്രോബ്ലം ചെയ്യിപ്പിക്കാം. x(-t). സ്റ്റെപ്പ് 1 നിങ്ങൾ x(-t) പ്ലോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 2 ഈ കിട്ടിയ x(-t)യെ 2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ x(-t) -2 ചെയ്യുക. സോ ദെൻ സ്റ്റെപ്പ് 3 x(-2t) -2 ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ടൈം റിവേഴ്സലാണ്. ദെൻ ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ടൈം ഷിഫ്റ്റിംഗ് ആണ്. ടൈം ഷിഫ്റ്റിംഗ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഈ കിട്ടിയ ടൈം ഷിഫ്റ്റിംഗ് വാല്യൂവിനെ നമുക്ക് സ്കെയിലിംഗ് ചെയ്യണം. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടൈം സ്കെയിലിംഗ്. സോ ഈ രീതിയിലേ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാവൂ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിവേഴ്സലും ഷിഫ്റ്റിങ്ങും സ്കെയിലിങ്ങും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്
റിവേഴ്സലിന് കൊടുക്കുക, ദെൻ ഷിഫ്റ്റിങ്ങിന് കൊടുക്കുക, ദെൻ ആ റിവേഴ്സൽ ചെയ്ത് കിട്ടിയ സിഗ്നലിനെ ഷിഫ്റ്റിംഗ് ചെയ്യുക, ദെൻ ആ ഷിഫ്റ്റിംഗ് ചെയ്ത് കിട്ടിയ സിഗ്നലിനെ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുക. ഈ രീതിയിൽ ഓർഡറിൽ നമ്മൾ ചെയ്തു വരിക. ദെൻ ലാസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് 4 വേണം ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് തന്നിട്ടുണ്ട് 3 ടൈംസ്. ഈ കിട്ടിയ സിഗ്നലിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്യുക. സ്റ്റെപ്പ് 3 കിട്ടിയ ആൻസറിനെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണും. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഐഡിയ കിട്ടും. സോ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും തെറ്റാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. ഈ ഒരു 4 കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. 4 കണ്ടീഷൻസ്. ഇത് ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും പറയുന്നുണ്ടാവത്തില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു സജഷനാണ്. പഠിക്കാൻ എളുപ്പം, നിങ്ങൾക്ക് ഏത് സിഗ്നൽ കണ്ടാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു കണ്ടീഷനായിട്ട് അത് പഠിച്ചു വെക്കാം. അപ്പം ഞാനൊരു എക്സ് ഓഫ് ടി മൈനസ് 2, ഇപ്പം ഗിവൺ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി മൈനസ് 2 എനിക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എക്സ് ഓഫ് ടി പ്ലസ് 2, ദെൻ എക്സ് ഓഫ് മൈനസ് ടി മൈനസ് 2, അടുത്തത് എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 2. അപ്പോൾ ഇത് 4 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഈ 2 എന്നുള്ളത് എപ്പോഴും 2 ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് വരാം. സോ നമ്മളൊരു 2 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുവാണ്. ഇതെല്ലാം ഷിഫ്റ്റിംഗ് ആണ്. സോ നോക്കി, എക്സ് ഓഫ് ടി മൈനസ് 2 ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ പഠിച്ചിട്ടുള്ളത്? ഷിഫ്റ്റ് എക്സ് ഓഫ് ടി 2 യൂണിറ്റ്സ് റൈറ്റ്. ടി പ്ലസ് 2 ആണെങ്കിൽ ഷിഫ്റ്റ് എക്സ് ഓഫ് ടി 2 യൂണിറ്റ്സ് ലെഫ്റ്റ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി എക്സ് ഓഫ് മൈനസ് ടി മൈനസ് 2, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, മൈനസ് ടി മൈനസ് 2 കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്തൊരു ടൈം റിവേഴ്സൽ വരുന്നുണ്ട്. ഒരു മൈനസ് ടി മൈനസ് 2 ഓപ്പറേഷൻ. മൈനസ് ടി മീൻസ് ടൈം റിവേഴ്സലാണ്, മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിങ്ങുമാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫൈൻഡ് എക്സ് ഓഫ് മൈനസ് ടി. ആദ്യം എക്സ് ഓഫ് മൈനസ് ടി, എക്സ് ഓഫ് ടി ആണ് ഗിവൺ സംഭവം. അത് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കുക. ദെൻ ഷിഫ്റ്റ് എക്സ് ഓഫ് മൈനസ് ടി. ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് ചെയ്യേണ്ടത് എക്സ് ഓഫ് മൈനസ് ടി ആണ് 2 യൂണിറ്റ്സ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. വെറും ടി മൈനസ് 2 ആണെങ്കിൽ എക്സ് ഓഫ് ടിയെ 2 യൂണിറ്റ് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതേസമയം മൈനസ് ടി മൈനസ് 2 വരുന്ന കേസിൽ നമ്മൾ ആദ്യം എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കണം. ആ മൈനസ് ടി കിട്ടിയ വാല്യൂവിനെ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ എപ്പോഴും മൈനസ് 2 വന്നു കഴിഞ്ഞാൽ, വെറും മൈനസ് 2 വന്നു കഴിഞ്ഞാൽ ഉടനെ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പഠിച്ചു വെക്കരുത്. മൈനസ് ടി മൈനസ് 2 വരുന്ന കേസിൽ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിച്ചിട്ട് 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ദെൻ എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 2 മീൻസ് ഫസ്റ്റ് ഫൈൻഡ് എന്താണ്? എക്സ് ഓഫ് മൈനസ് ടി. ദെൻ ഷിഫ്റ്റ് ആ കിട്ടിയ എക്സ് ഓഫ് മൈനസ് ടിയെ 2 യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ ഈ 4 ഡിഫറൻസും, ഈ 4 എണ്ണവും നമ്മൾ പഠിച്ചു വെക്കണം. ഷിഫ്റ്റിങ്ങിനകത്ത് ഡൗട്ട് വരാതിരിക്കണമെങ്കിൽ ഈ ഒരു 4 കേസസ് നമ്മൾ പഠിച്ചു വെക്കുക. ടി മൈനസ് 2 മീൻസ് 2 യൂണിറ്റ്സ് ടു ദ റൈറ്റ്, ടി പ്ലസ് 2 മീൻസ് 2 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ്. മൈനസ് ടി മൈനസ് 2 വരുന്ന കേസിൽ എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കണം. ആ മൈനസ് ടി ആണ് നമ്മൾ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. മൈനസ് ടി പ്ലസ് 2 വരുന്ന കേസിൽ മൈനസ് ടി കണ്ടുപിടിക്കണം.
-t കിട്ടുന്ന വാല്യൂവിനെ 2 യൂണിറ്റ് റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ഇതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എല്ലാ ഓപ്പറേഷൻസൂടെ കയറി വരുന്ന ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? -t കണ്ടുപിടിച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ -t -2 ആണ് കണ്ടുപിടിക്കുന്നത്. സോ ആ -t -2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം x(-t) കണ്ടുപിടിക്കണം. ദെൻ x(-t) 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ദെൻ സ്കെയിലിംഗ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുവാണ്. ഇതാണ് നമ്മുടെ സിഗ്നൽ 1 to 2. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1. സോ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതാണ്. ഗിവൺ, ഇതാണ് ഗിവൺ വാല്യൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലോട്ട് 3 times x(-2t -2). സോ ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. -2t + 2 ആവാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് നമുക്കിതിൻ്റെ ഈ ഒരു ആൻസർ പ്ലോട്ട് ചെയ്താൽ മതി, പക്ഷേ സ്റ്റെപ്പ് വൈസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. സോ ഞാൻ ഫസ്റ്റിലെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, പ്ലോട്ട് x(t) തന്നിട്ടുണ്ട്, x(-t) പ്ലോട്ട് ചെയ്യുക. ഇവിടോട്ട് നോക്കുക. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എപ്പോഴും ടൈം റിവേഴ്സലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ടൈം റിവേഴ്സൽ തന്നെ ചെയ്യുക. ഇതിൻ്റെ ടൈം റിവേഴ്സൽ വരയ്ക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കും? ഇതിൻ്റെ ടൈം റിവേഴ്സൽ വരയ്ക്കുമ്പം അത് നോക്കുക. ഈ സിഗ്നൽ 1 മുതൽ 2 വരെയാണ്. നമ്മൾ അതിന് മിറർ ഇമേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ലെ വാല്യൂ -1ലെ വാല്യൂവും 2ലെ വാല്യൂ -2ലെ വാല്യൂവും. സോ -2 മുതൽ 1 വരെയുള്ള ഒരു സിഗ്നലായിട്ട് അത് മാറും. സോ ദിസ് ഈസ് -2, ദിസ് ഈസ് -1, ദിസ് ഈസ് 0. ദിസ് ഈസ് x(-t). സോ ആംപ്ലിറ്റ്യൂഡ് 1 തന്നെ ആയിരിക്കും. സോ ഞാൻ അതിൻ്റെ ടൈം റിവേഴ്സൽ വരച്ചു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ടൈം റിവേഴ്സൽ. ദെൻ നോക്കി, ഇതിനകത്ത് ടൈം റിവേഴ്സൽ വന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ടൈം റിവേഴ്സൽ ചെയ്തത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഷിഫ്റ്റിങ്ങിനാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഷിഫ്റ്റിംഗ് ചെയ്യണം. ഇപ്പം കിട്ടിയ വാല്യൂ x(-t) ആണ്. ആ x(-t) വാല്യൂവിനെ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന ഷിഫ്റ്റിംഗ് -2 ആണ്. -3 എന്നാണെങ്കിൽ -3 ചെയ്യുക, +2 ആണെങ്കിൽ +2 ചെയ്യുക. ഇവിടെ ഞാൻ -2 ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ അടുത്ത പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് -t -2 ആണ്. -t -2 മീൻസ് നമ്മളിവിടെ പറഞ്ഞു എങ്ങനെയാണ് -t -2 പ്ലോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫൈൻഡ് x(-t), ദെൻ ഷിഫ്റ്റ് x(-t) 2 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ്. ഇവിടെ ഓൾറെഡി x(-t) കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് x(-t). ഈ x(-tയെ 2 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് -t -2 ആണ്. ഈ കിട്ടിയേക്കുന്ന x(-t) എന്ന് പറയുന്ന സിഗ്നലിനെ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് സോ 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, -3, -4. -2 എന്ന് പറയുന്ന പോയിന്റ് -4ലേക്ക് മൂവ് ചെയ്യും. -1 എന്ന് പറയുന്ന പോയിന്റ് 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് പോവുകയാണ്. -2 -3ലേക്കും പോകും. സോ നമ്മുടെ സിഗ്നൽ എങ്ങനെ വരും? -4 മുതൽ -3 വരെയുള്ള 1 ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സിഗ്നലായിട്ട് മാറും. സോ ഇത് ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും പ്ലോട്ട് ചെയ്തു. -t -2 വരെ പ്ലോട്ട് ചെയ്തു. അടുത്ത എന്താണ് ചെയ്തത്? ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. ടൈം ഷിഫ്റ്റിംഗ്. ഈ ടൈം ഷിഫ്റ്റിംഗ് കിട്ടിയ വാല്യൂവിനെ സ്കെയിലിംഗ് ചെയ്യണം. കണ്ടോ, ഇവിടെ ഒരു 2 സ്കെയിലിംഗ് വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ -2 സ്കെയിലിംഗ് ഫാക്ടർ എടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു -2 ഒരിക്കലും ഒരു സ്കെയിലിംഗ് ഫാക്ടർ അല്ല. ഇപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും സ്കെയിലിംഗ് ഫാക്ടർ. അപ്പോൾ ഇവിടെ 2 തന്നെയാണ് സ്കെയിലിംഗ് ഫാക്ടർ. -t അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്. സോ ഇവിടുത്തെ സ്കെയിലിംഗ് ഫാക്ടർ 2 ആണ്. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് സ്കെയിൽ ഡൗൺ ചെയ്യുക. അപ്പം ഇതേ സിഗ്നൽ വരയ്ക്കുക. ഒന്നും കൂടെ വരയ്ക്കുക.
സോ ആ സിഗ്നൽ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുവാണ്. -4 മുതൽ -3 വരെയുള്ള ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്ന സിഗ്നലിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ -3/2, ദിസ് ഈസ് -4/2. ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ എക്സ് ഓഫ് -2t -2 എന്ന് പറയുന്ന സിഗ്നൽ. സോ ദിസ് ഈസ് ടൈം സ്കെയിൽഡ് വാല്യൂ. സോ ഇതിനെ നമുക്ക് -2 എന്ന് എഴുതാം. ദിസ് ഇംപ്ലൈസ് ആ ഫിഗർ ഇങ്ങനെ വരും. -2 മുതൽ -3/2 മീൻസ് -1.5 ഇങ്ങനെയുള്ളൊരു സിഗ്നലായിട്ട് ഇത് മാറും. സോ ആംപ്ലിറ്റ്യൂഡ് 1 തന്നെയാണ്. സോ ദിസ് ഈസ് എക്സ് ഓഫ് -2t -2. രണ്ട് സെയിം ആണ്. ദെൻ ഒരു കാര്യം ഇവിടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, 3 ടൈംസ് ആ വാല്യൂ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ടൈം സ്കെയിലിംഗ്. ദെൻ ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പം കിട്ടിയ എല്ലാം ഒരു കണ്ടിന്യൂവേഷനാണ്. ഇപ്പം കിട്ടിയ സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്യുക. 3 ടൈംസ് എക്സ് ഓഫ് -2t -2. സോ അത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടൈം വാല്യൂ മാറുന്നില്ല. ടൈം വാല്യൂ -2 മുതൽ -1.5 തന്നെയാണ്. പക്ഷേ ഇവിടെ 1 എന്നുള്ളതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് ഇതുവരെ ചേഞ്ച് ആവാതെ നിന്നതാണ്. ആ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മളിപ്പോൾ സ്കെയിലിംഗ് ചെയ്യുന്നത്. 1 × 3. 3 എക്സിന് വെളിയിലാണ്. അപ്പം ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. സോ 1 × 3 മീൻസ് വേറെ എങ്ങും ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. സോ 1 × 3 മീൻസ് ഇത് ആംപ്ലിഫൈ ചെയ്തൊരു വാല്യൂ ആയിട്ട് നിൽക്കും, 3 ആവും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഈ ആൻസർ കിട്ടാൻ ഇത്രയും സ്റ്റെപ്സ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത്രയും സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്റ്റെപ്സ് എഴുതിയത്. സോ നമുക്ക് ആ ഫൈനൽ ആൻസർ മതി. അത് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് പല രീതിയിൽ പഠിക്കാം. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും തെറ്റാതെ പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ആദ്യം ഷിഫ്റ്റിങ് ചെയ്യും, ദെൻ സ്കെയിലിംഗ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് തെറ്റാതിരിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബേസിക് ഓപ്പറേഷൻസ്, ടൈം സ്കെയിലിംഗ്, ടൈം ഷിഫ്റ്റിംഗ്, ഇങ്ങനെയുള്ള സിഗ്നൽ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ടഫായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് അല്ലെങ്കിൽ ഞാനൊരു ടെലഗ്രാമിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ. ഓക്കെ, താങ്ക് യു.